കുട്ടികളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടായ ഫങ്ഷൻസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫങ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണല്ലോ, അതിലെ ഫങ്ഷൻസ് ആണ് ഇപ്പം പഠിക്കാൻ പോകുന്നത്. ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിലേഷൻ തന്നെയാണ് ഫങ്ഷൻസ്. ചില പ്രത്യേകതകളുള്ള റിലേഷൻസ്, അപ്പം ചില പ്രത്യേകതകളുള്ള റിലേഷൻസ് ആണ് ഫങ്ഷൻസ്. അപ്പം രണ്ട് സെറ്റ് വേണം, ടു നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് ബി. ഒരു സെറ്റ് ആണെങ്കിൽ മതി, എയിൽ നിന്ന് എയിലേക്ക് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അത് കുഴപ്പമില്ല. എന്താണ് നമ്മൾ ടു സെറ്റ് പറയുകയാണ്, ടു സെറ്റ് എ ആൻഡ് ബി. നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ അതിന് രണ്ട് കണ്ടീഷനുണ്ട്, രണ്ടല്ല ഒരു കണ്ടീഷനുണ്ട്. അതായത് ഈച്ച് എലമെന്റ് ഇൻ എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. എയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ഒരേ ഒരു ഇമേജ് മാത്രം ബിയിൽ വരണം. അതായത് എയിലെ എല്ലാ എലമെന്റ്സും വരണം, ഒറ്റ തവണ വന്നാൽ മതി. നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എയിലെ എല്ലാ എലമെന്റും ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് എയിലെ എല്ലാ എലമെന്റ്സും വരണം, അത് ഒരു തവണ മാത്രം വന്നാൽ മതി. അതായത് ഒറ്റ ഇമേജ് അതിന് കാണുള്ളൂ. അപ്പോൾ എയിലെ വണ്ണെന്ന് ഒരു എലമെന്റ് എടുത്താൽ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരേ കാണുള്ളൂ, വണ്ണിന് ഒരു ഇമേജ് മാത്രമേ കാണുള്ളൂ, ഒറ്റ ഇമേജേ കാണുള്ളൂ. ഈച്ച് എലമെന്റ് ഇൻ എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, അല്ലെ യുണീക്ക് ഇമേജ് ഇൻ ബി. ഏത് എലമെന്റ് എടുത്താലും അതിന് ഒറ്റ ഇമേജേ കാണുള്ളൂ. എല്ലാ എലമെന്റിനും ഇമേജ് വേണം, പക്ഷേ ഒരെണ്ണമേ കാണുള്ളൂ, ഒറ്റ ഇമേജേ കാണുള്ളൂ. അങ്ങനെ വരുന്ന റിലേഷൻസ് ആണ് ഫങ്ഷൻസ്. അപ്പോൾ എല്ലാ റിലേഷനും ഫങ്ഷനല്ല, എല്ലാ റിലേഷനും ഫങ്ഷൻ ആവത്തില്ല. ചില പ്രത്യേകതകളുള്ള റിലേഷൻ, പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ്: എയിലെ ഏത് എലമെന്റ്, ഈച്ച് എലമെന്റ് ഇൻ എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ ബി, ഓൺലി വൺ ഇമേജ് ഇൻ ബി. എയിലെ എല്ലാ എലമെന്റിനും ഇമേജ് വേണം, ഒറ്റ ഇമേജേ വരുള്ളൂ. ഇമേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ റിലേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എ ബി എന്ന് പറയുന്നൊരു പേര് നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ബി ആണ് ഇമേജ് ഓഫ് എ. എയുടെ ഇമേജ് ബി ആണ്. അപ്പൊ എക്ക് ഒറ്റ ഇമേജ് കാണുള്ളൂ. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെയർ, ഒരേ ഒരു പെയർ മാത്രമേ വരാവുള്ളൂ. അങ്ങനെ വരുന്ന റിലേഷൻസ് ആണ് ഫങ്ഷൻസ്. എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല, പക്ഷെ തിരിച്ചാണ്, എല്ലാ ഫങ്ഷനും റിലേഷനാണ്. എല്ലാ ഫങ്ഷനും, ഓൾ ഫങ്ഷൻസ് ആർ റിലേഷൻസ്, ബട്ട് ഓൾ റിലേഷൻസ് ആർ നോട്ട് ഫങ്ഷൻസ്. എല്ലാ റിലേഷനും ഫങ്ഷൻ ആവത്തില്ല, ചില പ്രത്യേകതകളുള്ളൂ, പക്ഷെ എല്ലാ ഫങ്ഷനും റിലേഷനാണ്. ഞാനത് ഫങ്ഷൻ ഒരു എക്സാമ്പിൾ കാണിക്കാവേ. എ എന്ന് പറയുന്നത് 1 2 3 4, 1 2 3 4. ബി എന്ന് പറയുന്നത് 8 9 10. ഞാനിവിടെ കുറേ റിലേഷൻസ് എഴുതാൻ പോവാം. ചിലത് ഫങ്ഷൻ ആവാതിരിക്കാൻ നമുക്ക് നോക്കാം. R1, ആദ്യത്തെ റിലേഷൻ R1 എന്ന് പറഞ്ഞ സെറ്റ് 1 9 2 8 3 10 4 8 2 9. R2 വേറെ 2-3 റിലേഷൻ എഴുതാം. R2 ഈസ് ഈക്വൽ ടു സെറ്റ് 1 10 2 10 4 9. R3 ഈസ് ഈക്വൽ ടു സെറ്റ് 1 9 2 9 3 9 4 10. 3 റിലേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 റിലേഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓരോന്നും ഫങ്ഷൻ ആണോ ഇല്ലയോ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 അതാണ്. R1 നോക്കാം. R1 എയിലെ എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജ് മാത്രമാണ്. എയിലെ 1-ന് ഒരു ഇമേജ് ഉണ്ട്. എയിലെ 2 എടുത്താൽ 2 8 2 9. 2-ന് 2 ഇമേജ് വന്നു. എയിലെ 2-ന് 2 8 2-ന് ഇവിടെ 8 എന്നൊരു ഇമേജ് വന്നു, ഇവിടെ 9 എന്നൊരു ഇമേജ് വന്നു. അപ്പോൾ ഒരു എലമെന്റിന് ഒരു ഇമേജേ വരാവുള്ളൂ. അപ്പം 2-ന് ഇവിടെ 2 ഇമേജ് ഉണ്ട്, 8 ഉണ്ട്. 2-ന്റെ ഇമേജ് ഇവിടെ 8-ഉം ഇവിടെ 9-ഉം. 2 ഇമേജ് വന്നാൽ അത് നടക്കത്തില്ല, അത് ഫങ്ഷൻ അല്ല. R1 എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ അല്ല. അപ്പം ഇനി ബാക്കി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓരോ എലമെന്റും വരണം, പക്ഷെ ഒരു പ്രാവശ്യം മാത്രം, ഒറ്റ ഇമേജ് മാത്രമേ ഇതിന് കാണാവുള്ളൂ. അപ്പം R1 ഫങ്ഷൻ അല്ല, കാരണം 2-ന് 2 ഇമേജ് 2 8-ഉം 2 9-ഉം വന്നതുകൊണ്ട് അത് ഫങ്ഷൻ അല്ല. നമുക്ക് R2 നോക്കാം. R2-ൽ 1-ന് 10 ഉണ്ട് ഇമേജ്, വേറെ ഇല്ല. 1-ന് ഒറ്റ ഇമേജേ ഉള്ളൂ. 2-ന് 10 ഉണ്ട് ഇമേജ്, 2-നും 10 വേറെ 2-ന് ഇമേജ് ഇല്ല. 3-ക്ക് ഇവിടെ ഇമേജ് ഇല്ല. 3-ക്ക് ഇമേജ് വേണമായിരുന്നു ഫങ്ഷൻ ആവണമെങ്കിൽ, 3-ക്ക് ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇതും ഫങ്ഷൻ അല്ല. അപ്പോൾ
എല്ലാത്തിനും ഇമേജ് വേണം, ഒറ്റ ഇമേജ് മതി. ഞാൻ അടുത്തത് നോക്കാം. എയിലെ 1ന് 9 ഉണ്ട് ഇമേജ്, വേറെ 1 വന്നിട്ടില്ല. 2 9 ഉണ്ട് ഇമേജ്, വേറെ വന്നിട്ടില്ല. 2 3 9 ഉണ്ട് ഇമേജ്, വേറെ 3 ഇല്ല. 4ന് 10 ഉണ്ട് ഇമേജ്, വേറെ ഇമേജ് ഇല്ല. അപ്പം എല്ലാ എലമെന്റും ഓരോ എലമെന്റിനും ഓരോ ഇമേജ് മാത്രം. അപ്പൊ ഇത് ഫംഗ്ഷനാണ്. ഇങ്ങനെ വരുന്നതാണ് ഫംഗ്ഷൻ. എയിലെ എല്ലാ എലമെന്റ്സിനും ഒറ്റ ഇമേജ് മാത്രം വരുവാണെങ്കിൽ അത് ഫംഗ്ഷനാവും. അപ്പം ഇവിടെ 2 റിലേഷൻ ഉണ്ട്, അത് ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ ഈ റിലേഷൻ ഫംഗ്ഷനാണ്. ഫംഗ്ഷന്റെ അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ എല്ലാത്തിനും ഓരോ എലമെന്റിനും ഒറ്റ ഇമേജ് മാത്രം വന്നാൽ അത് ഫംഗ്ഷനാവും. അപ്പൊ ഇത് ഫംഗ്ഷനാണ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇനി ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനെ കുറിച്ച് കുറെ സംഗതികൾ. ഫംഗ്ഷനെ നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന എഫ് എന്നാണ്. നമ്മൾ റിലേഷൻ R1 എന്നൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ കേസിൽ എഫ് എന്നാണ് ഇടുന്നത്. എഫ്. F is a function f from a to b. A function f from a to b. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. എഫ് ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് എ ആരോ മാർക്ക് ബി. ഈ സിമ്പിൾ കണ്ടാൽ ഓർത്തോണം എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇനി നമ്മൾ നീട്ടിപ്പിടിച്ച് ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി നീട്ടിപ്പിടിച്ച് എഴുതണ്ട. ഈ സിമ്പിൾ ഇട്ടാൽ ഈ സിമ്പിൾ കാണുമ്പോഴേ ഓർക്കണം ഈ സിമ്പിൾ കണ്ടാൽ അത് ഫംഗ്ഷനാണ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഫ്രം എ ടു ബി. എ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ്. ഫംഗ്ഷന് മാത്രമേ ഈ സിമ്പിൾ ഇടുള്ളൂ. നമ്മൾ റിലേഷൻ ആ സിമ്പിൾ ഇടത്തില്ല. അപ്പൊ ഇത് ഓർത്തിരുന്ന എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇനി അപ്പൊ എ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പെയർ എ ബി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പെയർ നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. ഉണ്ടെങ്കിൽ ഈ ബി എന്ന് പറയുന്നത് ഈസ് ദ ഇമേജ് ഓഫ് എ. നമുക്കത് അറിയാവുന്നതാണ്. ബി ഈസ് ദ ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. അത് നമ്മൾ റിലേഷൻ പഠിച്ചപ്പോഴും പറഞ്ഞതാണ്. രണ്ടാമത്തെ എലമെന്റ് ആദ്യത്തെ ഇമേജ് ആണ്. ബി ഈസ് ദ ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. അതിനെ സിമ്പൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ എഴുതാം? എയുടെ ഇമേജ് അല്ലേ എഫ് ഓഫ് എ ഈക്വൽ ടു ബി. എ ബി എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ബി എ നമുക്ക് എഫ് ഓഫ് എ എന്ന് എഴുതാം. ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് നമുക്കറിയാം എ ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ബി. എ ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ബി. B is the image of A under F. B is the image of A under F. അതിൽ നമ്മൾ F of A equal to B എന്ന് പറയും. അതുപോലെ തിരിച്ചു പറയാം. B എന്ന് പറഞ്ഞാൽ Aയുടെ ഇമേജ്. അപ്പൊ A എന്ന് പറഞ്ഞാൽ Bയുടെ പ്രീ ഇമേജ്. A എന്ന് പറഞ്ഞാൽ Bക്ക് മുമ്പ് വരുന്നല്ലേ. B Aക്ക് ശേഷം വരുന്നത്. അപ്പം B എന്ന് പറഞ്ഞാൽ Aയുടെ ഇമേജ്. A എന്ന് പറഞ്ഞാൽ Bക്ക് മുമ്പാണ് വരുന്നത്. അപ്പം പ്രീ ഇമേജ്. A is the pre image of B. B is the image of A. അത് നമ്മൾ ബി എ നമ്മൾ എഫ് ഓഫ് എന്ന് എഴുതും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇത് ഓർത്തിരിക്കുക. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ ഓഫ് എഫ് എപ്പോഴും ഫസ്റ്റ് സെറ്റ് വരും. കാരണം ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റും വരണമല്ലോ. ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എയിലെ ബിയിലേക്കുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ട്. അപ്പൊ എയിലെ എല്ലാ എലമെന്റും പേരിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് വരും. ഫസ്റ്റ് കമ്പോണൻസിന്റെ സെറ്റ് അല്ലേ ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എ ഫുള്ള് വരും. റേഞ്ച് ബി ഫുള്ള് വരണം നിർബന്ധമൊന്നുമില്ല. റേഞ്ചിന്റെ അകത്ത് ബിയിലെ എലമെന്റ്സ് വരുമോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. റേഞ്ചിന് പ്രസക്തി ഒന്നുമില്ല. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പഴയപടി റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. റേഞ്ച് ബിയുടെ സബ്സെറ്റ് ആയിട്ടേ വരുള്ളൂ. ബി വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഡൊമൈൻ എ ആയിരിക്കണം. ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ എ ആയിരിക്കണം. റേഞ്ച് ബിയുടെ സബ്സെറ്റ് ആയാൽ മതി. പിന്നെ കോഡൊമൈൻ നമുക്കറിയാം സെക്കൻഡ് സെറ്റ് ബി തന്നെ. കോഡൊമൈൻ എപ്പോഴും സെക്കൻഡ് സെറ്റ് ബി തന്നെ വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പൊ എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞൊരു പേര് നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ബി ഈസ് ദ ഇമേജ് ഓഫ് എ. എഫ് ഓഫ് ബി ഈക്വൽ ടു അല്ലെ എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്നെഴുതാം. തിരിച്ചു പറയാം എ ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ബി. പിന്നെ ഫംഗ്ഷന്റെ ഡൊമൈൻ എപ്പോഴും ഫസ്റ്റ് സെറ്റ് ആയ എ ആണ്. കോഡൊമൈൻ എപ്പോഴും സെക്കൻഡ് സെറ്റ് ആയ ബി ആണ്. റേഞ്ച് സബ്സെറ്റ് ഓഫ് ബി. റേഞ്ച് ബി വരണം നിർബന്ധമില്ല, സബ്സെറ്റ്. അപ്പൊ ഡൊമൈൻ എ, കോഡൊമൈൻ ബി, റേഞ്ച് സബ്സെറ്റ് ഓഫ് ബി. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിനും ഒറ്റ ഇമേജ് മാത്രം വരുന്നതാണ് ഫംഗ്ഷന്. അപ്പൊ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഈ വക സംഗതികൾ
കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഒരു 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനും റിയൽ ഫംഗ്ഷനും. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫംഗ്ഷൻസ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും റിയൽ ഫംഗ്ഷൻസും. ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഈ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റേഞ്ച് ഈസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ അത് ഒന്നുകിൽ ആർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ, അല്ലെങ്കിൽ ആർ ഓർ സബ്സെറ്റ് ഓഫ് ആർ. സബ്സെറ്റ് ഓഫ് ആർ. ഇപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ആർ ഓർ സബ്സെറ്റ് ഓഫ് ആർ. റേഞ്ച് ഒന്നെങ്കിൽ റിയൽ നമ്പേഴ്സ് ഫുൾ വരാം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് വന്നാൽ അങ്ങനെ വരുവാണെങ്കിൽ ഡൊമൈൻ എന്തുവാകാം? ഡൊമൈൻ എന്തുവാകാം? റേഞ്ച് ആറോ ആറിന്റെ സബ്സെറ്റോ വന്നാൽ അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ റേഞ്ച് മാത്രമല്ല ഡൊമൈനും കൂടെ വരണം. ഡൊമൈൻ ആൻഡ് റേഞ്ച് രണ്ടും. ഡൊമൈൻ ആൻഡ് റേഞ്ച് ആർ ഓർ സബ്സെറ്റ്സ് ഓഫ് ആർ. ഇങ്ങനെ വന്നാൽ ഇപ്പൊ ഡൊമൈനും റേഞ്ചും, ഇവിടെ റേഞ്ച് മാത്രം ആറോ ആറിന്റെ സബ്സെറ്റോ വന്നാൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഡൊമൈനും റേഞ്ചും കൂടി അങ്ങനെ വന്നാൽ റിയൽ ഫംഗ്ഷൻസ്. ഡൊമൈനും റേഞ്ചും കൂടി അങ്ങനെ വന്നാൽ റിയൽ ഫംഗ്ഷൻസ്. ഡൊമൈൻ റേഞ്ച് മാത്രം വന്നാൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കുറെ അതിന് മുമ്പ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, നമുക്കൊരു റിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഫ്രം എൻ ടു എൻ. എൻ ടു എൻ എന്ന് പറഞ്ഞാൽ റിയൽ ഫംഗ്ഷനാണ്. കാരണം എൻ എന്ന് പറഞ്ഞാൽ റിയലിന്റെ സബ്സെറ്റാണ്. റിയലിന്റെ സബ്സെറ്റാണ് എൻ. അപ്പോൾ എൻ ടു എൻ എന്ന് പറഞ്ഞാലും അത് ഓക്കെയാണ്. അപ്പം ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1. നമ്മളോട് കുറെ എഫ് ഓഫ് 1 തൊട്ട് എഫ് ഓഫ് 7 വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. ഫൈൻഡ് എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എക്സെട്ര എഫ് ഓഫ് 7 വരെ കണ്ടുപിടിക്കണം. അപ്പോൾ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് 2x + 1. എഫിന്റെ എക്സിന്റെ ഇമേജ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എക്സെട്ര എഫ് ഓഫ് അങ്ങനെ എഫ് ഓഫ് 7 വരെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് 2x + 1 അല്ലേ? അപ്പോൾ ആദ്യം എഫ് ഓഫ് 1 കാണാം. എഫ് ഓഫ് 1 കാണാനായിട്ട് എക്സിന് 1 കൊടുത്താൽ മതി, ചുമ്മാ കണ്ടുപിടിച്ചാൽ മതി. 2 × 1 + 1. 2 × 1 2 + 1 എന്ന് പറഞ്ഞാൽ 3 വരും. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോഴത്തേക്കും 2 × 2 + 1. 2 × x അല്ലേ? 2 × x ന് വരെ 2 കൊടുക്കും. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കുന്നു. എഫ് ഓഫ് 1 വരുമ്പോൾ ഈ എക്സിന് നമ്മൾ 1 കൊടുക്കുന്നു രണ്ട് സൈഡിലും. ഇവിടെ എഫ് ഓഫ് എക്സിന് 1 കൊടുത്തു, ഇവിടെ അപ്പം 1 കൊടുക്കണം. 2 × 1 + 1 അത് 3 കിട്ടും. എഫ് ഓഫ് 2 കാണുമ്പോൾ എക്സിന് 2 കൊടുക്കുക. 2 × 2 + 1 അതായത് 4 + 1 5 വരും. ഇനി എഫ് ഓഫ് 3 എന്ന് പറയുമ്പോഴത്തേക്കും എക്സിന് 3 കൊടുക്കുക. 2 × 3 + 1. 2 × 3 6 + 1 7 വരും. എഫ് ഓഫ് 4 വരുമ്പോഴത്തേക്കും എഫ് ഓഫ് 4 എക്സിന് 4 കൊടുക്കുക. 2 × 4 + 1 അപ്പോൾ 8 + 1 9 വരും. എഫ് ഓഫ് 5 എന്ന് പറയുമ്പോഴത്തേക്കും എക്സിന് 5 കൊടുക്കുക. 2 × 5 + 1 അതായത് 11 വരും. എഫ് ഓഫ് 6 എന്ന് പറയുമ്പോഴത്തേക്കും 2 × 6 + 1 അതായത് 13 വരും. എഫ് ഓഫ് 7 എന്ന് പറയുമ്പോഴത്തേക്കും 2 × 7 + 1 അത് 15 വരും. ഇനി ഇതൊരു ടേബിൾ ആക്കി വേണേൽ നമുക്ക് എഴുതാം. ടേബിൾ ആക്കി വേണേൽ എഴുതാം. അതായത് എക്സിന്റെ ഇമേജിനെ നമ്മൾ എക്സ് എഴുതുമ്പോൾ പെയറായിട്ട് വൈ എന്നല്ലേ എഴുതുന്നത്, എക്സ് വൈ പെയറായി എഴുതുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഇമേജിനെ വൈ എന്ന് എഴുതാം. y = f of x. എക്സ് വൈ പെയർ എന്ന് എഴുതുമ്പോഴത്തേക്കും y = f of x ആവും. എ ബി എഴുതുമ്പോൾ b = f of a എന്നല്ലേ. അപ്പോൾ എക്സ് വൈ എഴുതുമ്പോഴത്തേക്കും y = f of x ആവും. ഈ y എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇമേജ് f of x. അപ്പോൾ നമുക്ക് ഈ എക്സിന്റെ ഇമേജിനെ y എന്ന് കൊടുക്കാം. നേരം നോക്കാം. എക്സിന് 1 കൊടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 കിട്ടി കണ്ടോ. എക്സിന് 2 കൊടുത്തപ്പോഴത്തേക്ക് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ 5 കിട്ടി. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആ കിട്ടിയ വാല്യൂ ഇടുക. 3 വരുമ്പോൾ 7 കിട്ടി, 4 വരുമ്പോൾ 9 കിട്ടി, 5 വരുമ്പോൾ 11 കിട്ടി, 6ന് 13, 7ന് 15. ഇനി നമുക്ക് വേണേൽ ടേബിൾ ആക്കി എഴുതാം. ഈ ടേബിൾ നമുക്ക് ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ആവശ്യമുള്ളതാണ്. നിങ്ങൾ
10ാം ക്ലാസ്സിലൊക്കെ ഗ്രാഫ് വരച്ചതുമായിരിക്കും, ടേബിൾ വരച്ച്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയൽ ഫങ്ഷൻസ്, പേരുള്ള കുറേ റിയൽ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഗ്രാഫ് വരച്ച് ഡൊമൈനും റേഞ്ചും എഴുതാൻ ചോദിക്കും, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. കുറേ നെയിംഡ് ഫങ്ഷൻസ് ഉണ്ട്, റിയൽ ഫങ്ഷൻസ്. അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണം 100% ഉറപ്പാണ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറയും, ഗ്രാഫ് വരയ്ക്കാൻ പറയും, ഡൊമൈനും റേഞ്ചും എഴുതണം. അപ്പോൾ അത് ഒരു 5-6 ഫങ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഐഡന്റിറ്റി ഫംഗ്ഷൻ, സം ഇമ്പോർട്ടൻറ്റ് റിയൽ ഫങ്ഷൻസ്. ഒന്നാമത്തേത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ അതിന്റെ ഡെഫിനിഷൻ ഏറ്റവും ഷോർട്ട് ആയിട്ട് പഠിച്ചാൽ മതി. ഡെഫിനിഷൻ എന്ന് പറഞ്ഞതാണ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ആർ. ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആ എക്സ് തന്നെ, എക്സിന്റെ ഇമേജ് എക്സ് തന്നെ വരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിന്റെ ഇമേജ് അല്ലേ, അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സ് തന്നെ വരുന്നു. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെ എഴുതുക: ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ given by f of x equal to x for each x belongs to R is called the identity function. ഈ ഡെഫിനിഷൻ പഠിക്കണം, വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ടേബിൾ വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് എക്സും വൈയും, എക്സിന്റെ ഇമേജ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് തന്നെയാണ്, എക്സിന്റെ ഇമേജ് എക്സ് തന്നെയാണ്. നമുക്ക് നോക്കാം, കുറെ വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും സീറോയും ഒക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം എക്സിന് 0 കൊടുത്തു. അപ്പൊ വൈയുടെ വാല്യൂ y ഈക്വൽ ടു എക്സ് തന്നെയാണ്, വൈയുടെ വാല്യൂ എക്സ് തന്നെയാണ്, ഈ കൊടുത്ത് 0 തന്നെയാണ്. 0 കൊടുത്തപ്പോൾ 0 കിട്ടി. 1 എക്സിന് 1 കൊടുത്തപ്പോഴും വൈയും ആ 1 തന്നെയാണ്, കാരണം എക്സും എഫ് ഓഫ് എക്സ് രണ്ടും സെയിമാണ്. എക്സിന്റെ ഇമേജ് എക്സ് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 0യുടെ ഇമേജ് 0 തന്നെ വരും, 1ന്റെ ഇമേജ് 1 തന്നെ വരും, 2ന്റെ ഇമേജ് 2 തന്നെ വരും, 3യുടെ 3 തന്നെ വരും. ഇനി നെഗറ്റീവ് കൊടുക്കാം. നെഗറ്റീവ് 1ന്റെ ഇമേജ് നെഗറ്റീവ് 1 തന്നെ, നെഗറ്റീവ് 2ന്റെ ഇമേജ് നെഗറ്റീവ് 2 തന്നെ, നെഗറ്റീവ് 3യുടെ ഇമേജ് നെഗറ്റീവ് 3. ഐഡന്റിറ്റി, പേര് തന്നെ ഐഡന്റിറ്റി, മാറുന്നില്ല, ഐഡന്റിറ്റി ആയിട്ട് നിൽക്കും. ഇമേജ് എടുത്താൽ അത് തന്നെ വരും. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പം ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണ്. നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾക്ക് ഈ കൊടുത്ത എക്സിന്റെ വാല്യൂസ് ഇതുണ്ടോ, ഇതൊക്കെ അടയാളപ്പെടുത്തണം. 0, 1, 2, 3, ഇങ്ങോട്ടും എഴുതാം. -1, -2, -3. മേളോട്ട് വരയ്ക്കാം. 1, 2, 3, -1, -2, -3. നമ്മൾ ആദ്യം എക്സും വൈയും കൂടെ എഴുതണ്ടേ. ആദ്യം എക്സ് 0 ആകുമ്പോൾ വൈയും 0, എക്സ് ആക്സിൽ 0, വൈ ആക്സിലും 0 ആകുമ്പോൾ 0, 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ അറിയാലോ, ഒറിജിൻ 0, 0. ഇനി എക്സ് 1, വൈ 1. എക്സിന്റെ ഈ 1ഉം അതിന്റെ നേരെ വൈയുടെ 1ഉം, എക്സിന്റെ 1ഉം വൈയുടെ 1ഉം കൂടെ വരുന്ന പോയിന്റ് ഇതാ. എക്സിന്റെ 1ഉം ഈ എക്സിന്റെ 1 ഇതാ, അതിന്റെ നേരെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ വരച്ച് ഓർക്കുന്നുണ്ടോ? ഈ 1ഉം ഇതും കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റാണ് 1, 1. ഈ പോയിന്റാണ് 1, 1. 1, 1 ഞാൻ എഴുതുന്നില്ല, വേണേ എഴുതാം. 1, 1 ഈ പോയിന്റാണ് 1, 1. എക്സും 1, വൈയും 1, ഇത് 0, 0. ഇനി അടുത്ത എക്സും 2, വൈയും 2, എക്സ് ആക്സിലെ 2, അതിന്റെ നേരെ വൈ ആക്സിലെ 2, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റ് ഇതാ 2, 2. എക്സ് ആക്സിലെ 2ഉം വൈ ആക്സിലെ 2ഉം കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റ് ഇതാ 3, 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് വരും. അതുപോലെ ഇനി മൈനസ് എഴുതണം. -1, എക്സ് ആക്സിലെ -1 ഇത്, വൈ ആക്സിലെ -1 ഇത്, ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഈ പോയിന്റ് -1, -1. ഇനി എക്സ് ആക്സിലെ -2ഉം വൈ ആക്സിലെ -2ഉം കൂടെ വരുമ്പോൾ ഈ പോയിന്റ് വരും. എക്സ് ആക്സിലെ -3ഉം വൈ ആക്സിലെ -3ഉം കൂടെ വരുമ്പോൾ ഈ പോയിന്റ് വരും. ഇതെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് നടുക്കൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുവേ. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മളിവിടെ കുറച്ച് പോയിന്റ്സേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ്സ് എല്ലാം നമുക്ക് എഴുതാം. ഇതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ്സ് എല്ലാം എഴുതുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ട 1, 2 പോയിന്റ്, 1, 2 നമുക്കറിയാവുന്ന പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ട് അത് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷനായി, ഗ്രാഫായി, ഇനി ഡൊമൈനും റേഞ്ചും കൂടി വേണം. ഡൊമൈനും വേണം, റേഞ്ചും വേണം. ആ കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്കും
അത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഡൊമെയിൻ കാണാനായിട്ട് ഗ്രാഫ് തന്നാൽ ഡൊമെയിൻ കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഗ്രാഫ് തന്നാൽ ഡൊമെയിൻ കാണാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഡൊമെയിൻ എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ്. ഈ ഗ്രാഫിനെ എക്സ് ആക്സിലേക്ക് അങ്ങ് പതിപ്പിച്ചു കൊണ്ടുവന്നാൽ മതി. ഈ ഭാഗം ഇങ്ങനെ ഞെക്കി ഈ ഗ്രാഫിനെ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിനെ ഈ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഞെക്കി കൊണ്ടുവന്നാൽ ഈ എക്സ് ആക്സിസ് ഇവിടെ ഫുള്ളി ഇവിടെ കൊണ്ട് തീരത്തില്ല, അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്ന ഇതങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. അപ്പൊ ഇത് ഈ പോസിറ്റീവ് പാർട്ട് നമ്മൾ ഇതിനെ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ ഈ എക്സ് ആക്സിസ് ഫുള്ള് വരും. അതുപോലെ നെഗറ്റീവ് പാർട്ടിനെ നമ്മൾ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഞെക്കി കൊണ്ടുവന്നാൽ നെഗറ്റീവ് പാർട്ട് ഫുള്ള് വരും. അതായത് ഡൊമെയിൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിലേക്ക് ആ ഗ്രാഫിനെ ഞെക്കി കൊണ്ടുവരിക, ഇങ്ങനെ ഞെക്കി, അതായത് ഈ ഇവിടുന്ന് ഈ ഭാഗത്തിന് ഞെക്കുക എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് കൊണ്ട് ഇതങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ ഇത് ഫുള്ള് കിട്ടും. അതുപോലെ ഈ ഭാഗവും ഈ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഞെക്കി കൊണ്ടുവരുമ്പോൾ ഇത് ഫുള്ള് കിട്ടും. അതായത് നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഞെക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും എക്സ് ആക്സിസ് ഫുള്ള് വരും. എക്സ് ആക്സിസും വൈ ആക്സിസും റിയൽ നമ്പേഴ്സ്, റിയൽ ലൈനാണ്. എക്സ് ആക്സിസും റിയൽ ലൈനാണ്, വൈ ആക്സിസും റിയൽ ലൈനാണ്. അപ്പൊ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്ന എക്സ് ആക്സിസ് ഫുള്ള് വരുന്നുണ്ട്. അതായത് 6 ഫുള്ള്. ഡൊമെയിൻ എന്ന് പറയുന്നത് 6. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 6 കംപ്ലീറ്റ് വരുന്നുണ്ട്. നമുക്ക് റേഞ്ച് കാണാം. റേഞ്ച് കാണുന്നത് ഇതുപോലെ തന്നെ വൈ ആക്സിസിലേക്കാണെന്നേ ഉള്ളൂ. ഡൊമെയിൻ കാണാൻ വേണ്ടി എക്സ് ആക്സിസിലേക്ക് ഞെക്കിക്കൊണ്ടുവരും. റേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ വൈ ആക്സിസിലേക്കാണ് ഞെക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഗ്രാഫിനെ നമ്മൾ വൈ ആക്സിസിലേക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടുവരുമ്പോൾ ഈ ഭാഗം ഫുള്ള് കിട്ടും. അതുപോലെ താഴ്ഭാഗവും വൈ ആക്സിസിലേക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടുവരുമ്പോൾ താഴത്തെ ഭാഗം മുഴുവൻ കിട്ടും. അതായത് ഫുൾ വൈ ആക്സിസ് കിട്ടും. വൈ ആക്സിസ് ഫുള്ള് വന്നാലും റിയൽ ആണ്. അപ്പൊ റേഞ്ചും 6, ഡൊമെയിനും 6, റേഞ്ചും 6. ഏത് ഗ്രാഫ് തന്നാലും നിങ്ങൾ ഡൊമെയിൻ കാണാനായിട്ട് എക്സ് ആക്സിസിലേക്ക് ഞെക്കുക, റേഞ്ച് കാണാനായിട്ട് വൈ ആക്സിസിലേക്ക് ഞെക്കുക. ഇതല്ലാതെ വേറൊരു ഗ്രാഫ് ചുമ്മാ ഒന്ന് വരച്ച് നോക്കി. അപ്പൊ ഇത് ഡൊമെയിനും റേഞ്ചും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഐഡന്റിറ്റി ഫംഗ്ഷനെ സംബന്ധിച്ച്. ഡെഫിനേഷൻ f from r to r given by f of x equal to x. പിന്നെ ഗ്രാഫ് ഇത് ഡൊമെയിൻ 6, റേഞ്ച് 6. അപ്പൊ ഗ്രാഫ് വരച്ചിട്ട് ചുമ്മാ ഡൊമെയിൻ റേഞ്ച് എഴുതിയാൽ മതി. അപ്പൊ ഡെഫിനേഷൻ 1 മാർക്ക്, ഗ്രാഫിന് 1 മാർക്ക്, ഡൊമെയിൻ റേഞ്ച് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് പഠിച്ചോണം. അപ്പൊ ഞാനിപ്പോ ഡൊമെയിനും റേഞ്ചും കാണുന്നത് വേറൊരു നമ്മുടെ സർക്കിളാണ്. ഇവിടെ -2 തൊട്ട് +2 വരെ, അല്ല ഇവിടെ -2 തൊട്ട് +2 വരെ സർക്കിൾ, റേഡിയസ് 2 വരുന്ന സർക്കിളാണ്. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ കാണാനായിട്ട് ഈ സർക്കിളിന്റെ ഡൊമെയിനും റേഞ്ചും കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു എളുപ്പമാർഗം പറഞ്ഞതേ ഉള്ളൂ. ഈ ഗ്രാഫിനെ, ഈ ഫുൾ സർക്കിളിനെ എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടുവരിക. എക്സ് ആക്സിസിലേക്ക് ഞെക്കിക്കൊണ്ടുവരുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കിട്ടത്തുള്ളൂ. ഇതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകത്തില്ല. ഈ ഗ്രാഫിനെ കംപ്ലീറ്റ് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ ഞെക്കിക്കൊണ്ടുവന്നാൽ ഈ -2 തൊട്ട് +2 വരെ. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -2 +2 വരും. കണ്ടോ? റേഞ്ച് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഗ്രാഫിനെ ഇങ്ങോട്ട് നിൽക്കുക, വൈ ആക്സിസിലേക്ക് നിൽക്കുക. വൈ ആക്സിസിലേക്ക് നിൽക്കുമ്പോഴും ഈ -2 തൊട്ട് +2 വരെ ഇത്രയും ഭാഗത്തേക്ക് അത് വരും, ഞെക്കി വരും. അത്രയും ഭാഗത്തേക്ക് വരും. അപ്പൊ റേഞ്ചും ഇത് തന്നെ, ഡൊമെയിനും റേഞ്ചും ഇത് വരും. മറ്റേത് വെച്ചാൽ ഇൻഫിനിറ്റി വരെ പോകുന്നത്. ഇൻഫിനിറ്റി വരെ പോകുന്നതുകൊണ്ടാണ് എക്സ് ആക്സിസ് ഫുള്ള് കിട്ടുന്നതും വൈ ആക്സിസ് ഫുള്ള് കിട്ടുന്നതും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ രണ്ടാമത്തേത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ എന്താണ്? f from r to r given by f of x equal to constant k. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. f of x, x എന്ത് വന്നാലും അതിന്റെ വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് k ആയിരിക്കും. for each x belongs to r. x belongs to r. for each x belongs to r. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണ ടേബിൾ വരയ്ക്കാം നമുക്ക്. അപ്പം x y equal to f of x equal to k. എക്സിന് എന്ത് കൊടുത്താലും f of x k ആണ്. k മാറത്തില്ല. എക്സിന് എന്ത് കൊടുത്താലും f of x ഇമേജ് എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ നമുക്ക് എക്സിന് 0 കൊടുത്താലും k ആണ്,
1 കൊടുത്താലും കെ ആണ്, 2 കൊടുത്താലും കെ ആണ്, -1 കൊടുത്താലും കെ ആണ്, -2 കൊടുത്താലും ഒക്കെ കെ ആണ്. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. എക്സിന് എന്ത് കൊടുത്താലും ഒരു പ്രയോജനമില്ല. ഏതെടുത്താലും 10 രൂപ എന്നൊക്കെ പറയത്തില്ല. എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുത്താലും കെ അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒരുപാട് വരയ്ക്കാം കേട്ടോ. എക്സ് വൈ 0 1 2 3 4 അങ്ങനെ -1 -2 -3 -4 എക്സെട്ര. ഈ കെ എന്ന് പറയുന്നത് കെ നമ്മൾ വൈ ആക്സിലാണ് അടയാളപ്പെടുന്നത്. കെ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആകാം, 0 ആകാം, നെഗറ്റീവ് എന്ത് വേണമെങ്കിലും ആകാം. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒറ്റ കെ ചിലപ്പോൾ f(x) 3 എന്നായിരിക്കും. 3 എന്ന് വരുമ്പോൾ ഇത് ഫുള്ള് 3 ആവും. f(x) 5 വന്നാൽ ഇത് ഫുള്ള് 5 ആകും. f(x) -10 വന്നാൽ ഇത് ഫുള്ള് -10 വരും. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് കെ എന്ന് എഴുതുന്നു. കെ എന്ന് എഴുതിയാൽ ഇപ്പം കെ എന്ന് പറയുന്നത് ഇത് ഏത് വേണേലും വരാം. ഇപ്പം സപ്പോസ് ഇത് കെ ആണെന്ന് വിചാരിക്കാം. ഇതാണ് കെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 0 വരുമ്പോൾ കെ 0k ഫസ്റ്റ് പെയർ 0k. x0 വരുമ്പോൾ 0k എന്ന് പറഞ്ഞ പെയർ ഇതാ 0k. അടുത്ത x1 വരുമ്പോൾ yk ആ. x1 വരുമ്പോൾ x y പെയർ ആയിട്ട് വേണം. x1 വരുമ്പോൾ y എന്ന് പറഞ്ഞ k ആ ഇവിടെ വരും. ഇതാണ് 1k. x2 വരുമ്പോൾ 2ന്റെ നേരെ k ഇവിടെയാണ് 2k. 3 വരുമ്പോൾ 3k. 3 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല, അത് കുഴപ്പമില്ല. -1 വരുമ്പോഴും -1k. -2 വരുമ്പോഴും -2k. ഇതിന്റെ ഇടയ്ക്ക് ഈ പോയിന്റ് വന്നാലും കെ ആണ്, ഈ പോയിന്റ് ഏത് വന്നാലും കെ ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതുണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എക്സൈസിന് പാരലലായിട്ട് വരും. അപ്പൊ കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എബോവ് എക്സൈസ് വരും. കെയുടെ വാല്യൂ 0 ആണെങ്കിൽ കറക്റ്റ് എക്സൈസ് വരും. കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ താഴെ വരുന്നത് ബിലോ എക്സൈസ് വരും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫുകൾ വരയ്ക്കാം. കെ ഏത് തരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കെ 2 തരുവാണെങ്കിൽ നമ്മൾ 2 അടയാളപ്പെടുത്തി 2ന്റെ നേരെ ലൈൻ വരും. 3 ആണ് 3യുടെ നേരെ വരും. -1 ആണ് -1ന്റെ നേരെ വരും. ഇതാണ് അതായത് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാരലൽ ടു എക്സൈസിന് പാരലൽ ആയിട്ട് വരും കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇനി നമുക്ക് ഡൊമൈനും റേഞ്ചും നോക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എക്സൈസിലേക്ക് ഞെക്കിക്കൊണ്ടുവന്നാൽ മതി. ഗ്രാഫിനെ എക്സൈസിലേക്ക് ഞെക്കിക്കൊണ്ടുവരുമ്പോൾ ഇത് ഫുള്ള് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ ഈ എക്സൈസ് കംപ്ലീറ്റ് വരും. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സൈസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് 6 വരും. റേഞ്ച് ശ്രദ്ധിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനെ വൈ ആക്സിസിലേക്ക് ഞെക്കിക്കൊണ്ടുവരിക. വൈ ആക്സിസിലേക്ക് ഞെക്കിക്കൊണ്ടുവരുമ്പോഴത്തേക്കും ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിലേക്ക് മാത്രമേ വരുള്ളൂ. ഇതിവിടെ ഓരോന്നിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. നേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും ഈ കെയിൽ മാത്രമേ വരുള്ളൂ. ഇങ്ങോട്ടും കൊണ്ടുവന്നാലും ഈ കെയിൽ മാത്രമേ, കെയുടെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും പോകത്തില്ല. ഫുള്ള് ഇത് കെയിലേക്ക് വരും. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് കെ മാത്രമാണ്. കെ മാത്രം എഴുതുമ്പോൾ അതൊരു എലമെന്റാണ്. ഡൊമൈനും റേഞ്ചും സെറ്റാണ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. ഡൊമൈനും റേഞ്ചും സെറ്റാണ്. കെ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെന്റ് ആണ്. നമ്മൾ സെറ്റാക്കാൻ വേണ്ടി സെറ്റിന്റെ സിമ്പിൾ ഇട്ടാൽ മതി. സെറ്റ് കെ. റേഞ്ച് എന്ന് പറഞ്ഞാൽ കെ മാത്രമേ വരുള്ളൂ. സെറ്റിന്റെ അകത്ത് കെ മാത്രമേ വരുള്ളൂ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ 6 ഫുൾ. എക്സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫുള്ള് കിട്ടും. വൈ എസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒറ്റ കെ മാത്രമേ വരുള്ളൂ. അപ്പൊ അത് സെറ്റ് കെ വരും. അപ്പൊ അത് മനസ്സിലായല്ലോ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തേത് പോളിനോമിയൽ ഫംഗ്ഷൻസ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും f from R to R given by f of x എന്ന് പറയുന്നൊരു പോളിനോമിയൽ ആയിട്ട് വരും. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f from R to R തന്നെ given by f of x എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ ആയിട്ട് വരും. അതായത് f of x ഒരു കോൺസ്റ്റന്റ് വേണം പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് എക്സെട്ര. അത് എത്ര വേണേലും വരാം. an x raised to n ഒരു പോളിനോമിയൽ ആയിട്ട് വരും.
പോളിനോമിയൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നല്ലേ x² + 3x + 5 അല്ലെ x³ + 5x + 7 അങ്ങനെ പോളിനോമിയൽ വന്നാൽ ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ ജനറൽ ആയിട്ട് എഴുതിയേക്കുന്നതായത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇങ്ങനെ പോളിനോമിയലിന്റെ ജനറൽ റെപ്രസെന്റേഷനാണ് a0 + a1x + a2x² + etc. an x⁻n. ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. a1 a2 a3 etc. അതെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പം ഇങ്ങനെ വരുന്ന ഫംഗ്ഷനാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനോ ഡൊമെയിൻ റേഞ്ച് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിൽ പർട്ടിക്കുലർ പോളിനോമിയൽ തന്നെ തരണം. അങ്ങനെ തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജനറൽ ആയിട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഡൊമെയിനും റേഞ്ചും ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. അപ്പം അതിനായിട്ട് നമുക്ക് 1-2 പോളിനോമിയൽ ഫംഗ്ഷൻസ് തന്നാൽ നമുക്ക് ചെയ്യാം. അപ്പം അതിനായിട്ട് 1-2 പോളിനോമിയൽ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 2 പോളിനോമിയൽ ഫംഗ്ഷൻ, അതായത് x² f(x) = x² പോളിനോമിയലാണ്. f(x) = x³ അതും പോളിനോമിയലാണ്. ആ രണ്ടെണ്ണത്തിന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ചിലപ്പോൾ ചോദിക്കാം ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ ഫംഗ്ഷൻ x², ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നമുക്ക് നോക്കാം. x²ന്റെ വരയ്ക്കാം. f from R to R given by f(x) = x². ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച് ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. ഗ്രാഫ് വരച്ച് ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണേ നമ്മൾ ടേബിൾ വരയ്ക്കണം. ടേബിൾ വരച്ച് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് x y = f(x) = x². നമുക്ക് കണ്ടുപിടിക്കാം. പോസിറ്റീവ് വാല്യൂസ് 0 കൊടുക്കാം, പോസിറ്റീവ് വാല്യൂസ് കൊടുക്കാം, നെഗറ്റീവ് വാല്യൂസ് എല്ലാം കൊടുക്കാം. എക്സിന് ആദ്യം 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് f(x) = 0യുടെ സ്ക്വയർ. 0യുടെ സ്ക്വയർ 0 തന്നെ വരും. 0യുടെ സ്ക്വയർ എടുക്കണം, 0 തന്നെ വരും. ഇനി 1 എടുത്തു, 1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 തന്നെ വരും. എക്സിന്റെ സ്ക്വയർ അല്ലേ. ഇനി 2 എടുത്തു, 2ന്റെ സ്ക്വയർ 4 വരും. ഇനി -1 എടുത്തു, -1ന്റെ സ്ക്വയർ +1. -2 എടുത്തു, -2ന്റെ സ്ക്വയർ 4. ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാം. അപ്പം നമുക്ക് y കംപ്ലീറ്റ് പോസിറ്റീവാണ്. കണ്ടോ, വൈക്കകത്ത് നെഗറ്റീവ് ഒന്നും വരുന്നില്ല. 0 1 4 നെഗറ്റീവ് വന്നാലും അപ്പം നമ്മൾ അതിനനുസരിച്ച് വരച്ചാൽ മതി. താഴോട്ട് ഒത്തിരി വരയ്ക്കണ്ട. താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾ എപ്പോഴും ഒരു കുരിശ് പോലെ വരയ്ക്കും. കൃത്യം നടുക്ക് കുരിശ് പോലെ. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പോയിന്റിന്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഈ ഗ്രാഫിനെ മാറ്റാം. ഇപ്പം ഇവിടെ നമുക്ക് y ആക്സിസിന്റെ നെഗറ്റീവിന്റെ ആവശ്യമില്ല. അപ്പം നമ്മളത് വലിയ കാര്യമായിട്ട് വരയ്ക്കേണ്ട. നമുക്ക് പോസിറ്റീവ് മതി. പോസിറ്റീവ് പാർട്ട് മതി. നെഗറ്റീവ് പാർട്ടിൽ വലിയ കാര്യമില്ല. നെഗറ്റീവ് പാർട്ട് ഇവിടെ ഇല്ല. പക്ഷേ എക്സിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പം x ആക്സിസ് പോസിറ്റീവിലും നെഗറ്റീവിലും വരയ്ക്കണം. y ആക്സിസിന്റെ ഫുള്ള് പോസിറ്റീവേ ഉള്ളൂ. അപ്പം നമുക്കത് മതി. അപ്പം 0 1 2 3 -1 -2 -3 1 അവിടെ 4 വരെ വേണം. ഇച്ചിരി അല്ല 4 വരെ വേണമല്ലോ. അപ്പോൾ 1 2 3 4. യൂണിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം കേട്ടോ. എക്സൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഇവിടെ. അത് തന്നെ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ഈ എക്സൈസിലുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കണം. ഈ ഡിസ്റ്റൻസ് ഇവിടെ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. വൈ ഐസിൽ എടുക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. എക്സൈസിലെ കംപ്ലീറ്റ് സെയിം ഡിസ്റ്റൻസിലായിരിക്കണം. വൈ ഐസിലെ കംപ്ലീറ്റ് സെയിം ഡിസ്റ്റൻസിലായിരിക്കണം. എക്സൈസിലെ ഡിസ്റ്റൻസ് വൈയിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നിർബന്ധമില്ല. പക്ഷെ എക്സൈസിലെല്ലാം യൂണീക്നെസ് ഉണ്ടായിരിക്കണം. വൈ ഐസ് ഫുള്ള് യൂണീക്ക് ആയിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്താം. ആദ്യം 0 0 എക്സും 0 വൈയും 0 0 0 എപ്പോഴും ഒറിജിനാണ്. ഇവിടെ വരും x 1 y 1. എക്സിന്റെ 1ഉം വൈയുടെ 1ഉം കൂടെ വരുമ്പോഴത്തേക്കും ഈ പോയിന്റ് വരും. 1 1 എക്സും 1ന്റെ നേരെ വൈയുടെ 1ന്റെ നേരെ എക്സും വൈയും. അടുത്തത് 2 വരുമ്പോൾ 4. എക്സിന്റെ 2ന്റെ നേരെ വൈയുടെ 4. കണ്ടോ ഈ പോയിന്റ് 2 4. ഈ എക്സിന്റെ -1 വരുമ്പോഴും 1 വരും. എക്സിന്റെ -1 ഇവിടെയാ, അതിന്റെ നേരെ 1 വരും. കണ്ടു ഇവിടെ -1 1. എക്സ് -1 വരുന്നു, y 1 വരുന്നു. ഇനി എക്സ് -2 വരുമ്പോൾ y 4. -2 4. അപ്പൊ ഇത് നമ്മള് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചാൽ ശരിയാവത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ എന്ന് വരച്ച് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരും. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പൊ ഇത് കർവായിട്ട് വരയ്ക്കാം. എക്സ്പ്ലോറും ഒക്കെ കർവായിട്ട് വേണം വരയ്ക്കാം. സ്മൂത്ത് ആയിട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ കർവായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല, ഇൻഫിനിറ്റി വരെ പോകും കേട്ടോ. അതുപോലെ ഇങ്ങോട്ടും ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടെക്സ് പോലെ വരയ്ക്കരുത്. ഇതിങ്ങനെ മാല പോലെ കിടക്കണേ, മാല പോലെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇതിങ്ങനെയാണ് നീണ്ടുപോകും. അപ്പൊ ഇവിടെ ഒരു
കർവായിട്ട് വരണേ, ഇങ്ങനെ കോണായിട്ട് വരരുത്, അല്ലാതെ ഇങ്ങനെ മാല പോലെ വരണം. ഇതാണ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാ. y f(x) x സ്ക്വയർ ഗ്രാഫാണ്. ഇതിനൊരു പേരുണ്ട്, പരാബോളയാണ്. അത് നമുക്കിനി പഠിക്കാൻ വരുന്നുണ്ട്, അടുത്ത് കുറെ കഴിഞ്ഞിട്ട് പഠിക്കാൻ വരുന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഗ്രാഫ്. ഇനി ഡൊമൈനും റേഞ്ചും. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എക്സൈസിലേക്ക് കൊണ്ടുവരിക. എക്സൈസിലേക്ക് ഗ്രാഫിനെ നിൽക്കുക. ഈ എക്സൈസിലേക്ക് ഇങ്ങനെ നിൽക്കുക. ഇതിവിടെ കൊണ്ട് നിൽക്കത്തില്ല, അങ്ങ് നീണ്ടു പോകും. എക്സൈസിലേക്ക് നിൽക്കാൻ ഇത് ഫുള്ള് വരും, ഇവിടെ നിൽക്കാൻ ഇവിടെ ഫുള്ള് വരും. ഡൊമൈൻ ഫുള്ള് എക്സ് വരും. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് R ഫുള്ള് വരും. റേഞ്ച് കാണാൻ വേണ്ടി ഈ സൈഡും വൈ ഐസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കിട്ടും, ഇത് ഫുള്ള് വരും. ഈ സൈഡും വൈ ഐസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തന്നെ വരും. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് R മാത്രമേ വരുള്ളൂ, താഴേക്കില്ല. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് R, അതായത് R+ എന്ന് വേണം എഴുതാം. R+. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഡൊമൈനും റേഞ്ച് രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ ഈ ഇത്രയും വരെ വരുന്നുള്ളൂ, 0 തൊട്ട് മുകളിലോട്ടേ വരുന്നുള്ളൂ. അപ്പം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇതാണ് എക്സ് ക്യൂബിന്റെ ഗ്രാഫ്, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്. ഒരു ഗ്രാഫും കൂടെ വരയ്ക്കാം, എക്സ് ക്യൂബും കൂടെ വരയ്ക്കാം. f(x) ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ. അടുത്ത ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എക്സ് ക്യൂബും കൂടെ വരയ്ക്കാം. f from R to R given by f(x) x cube. f(x) x cube. അതിന്റെ ഗ്രാഫ് കൂടെ വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. എക്സ് y f(x) x cube എന്ന്. ഞാൻ y x cube എന്ന് തൽക്കാലം എഴുതുന്നോളെ. y f(x) ആണ്. എക്സിന് ആദ്യം 0 കൊടുക്കുമ്പോൾ 0യുടെ ക്യൂബ്, അത് 0 തന്നെ വരും. 1 കൊടുക്കുമ്പോൾ 1ന്റെ ക്യൂബ്, അത് 1 തന്നെ വരും. 2 കൊടുക്കുമ്പോൾ 2ന്റെ ക്യൂബ്, അത് 2 × 2 × 2 8 വരും. 2ന്റെ ക്യൂബ് 8 വരും. നമുക്ക് നെഗറ്റീവ് ഇനി അടുത്ത ക്യൂബ് എടുക്കുമ്പോഴത്തേക്ക് 27 വരും. 27 അപ്പോൾ നമുക്ക് ഇത് അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, പറ്റുന്നത്തോളം നമ്പേഴ്സ്. ഇനി അടുത്ത നമുക്ക് മൈനസ് എടുക്കാം. -1 എടുക്കുമ്പോൾ -1ന്റെ ക്യൂബ്, -1 × -1 × -1. 3 മൈനസ് വരുമ്പോൾ, 2 മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആവും, ഒരു മൈനസ് വരുമ്പോൾ നെഗറ്റീവ് ആവും. -1 വരും. ഇനി -2 എടുക്കുമ്പോഴത്തേക്ക് -2ന്റെ ക്യൂബ്, -2 × -2 × -2. 2 -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +4 വരും. +4 വന്നിട്ട് ഒരു -2 കൂടെ വരുമ്പോൾ 4 × -2 വരുമ്പോൾ -8 വരും. -8, അതായത് -2 × -2 × -2. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 4 വരും. 4 × -2 വരും. 4 × -2 എന്ന് പറയുമ്പോൾ -8 വരും. നെഗറ്റീവിന്റെ ക്യൂബ് എടുക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവേ വരുള്ളൂ. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, y ആക്സിസിൽ +8 ഉണ്ട്, -8 ഉണ്ട്. അപ്പോൾ y ആക്സിസ് കുറേ നീളം വേണം. y ആക്സിസ് കുറേയേറെ നീളം വേണം. 8 തൊട്ടും 16 വരെ അടയാളപ്പെടുത്തണ്ടേ. എക്സ് ആക്സിസിന് പിന്നെ 2 മതി. ഞാൻ ഇങ്ങനെ അറ്റത്തോട്ട് ഇങ്ങ് മാറ്റി വരയ്ക്കാം. അല്ലെ -2 അങ്ങ് മാറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. -2ന്റെ ഇമേജ് -8 എന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്സ് വൈ 0. ഇവിടെ വേണമെങ്കിൽ ഇച്ചിരി അകത്തി അടയാളപ്പെടുത്താം. 1 2 -1 -2. പക്ഷെ വൈ ഐസില് കുറച്ചുകൂടെ അടുപ്പിച്ച് അടയാളപ്പെടുത്തുക. വൈ ഐസിന് 8 മേലോട്ട് 8 താഴേക്ക് -8 വരയ്ക്കണം. 1 2 3 4 5 6 7 8 താഴേക്ക് അതുപോലെ തന്നെ. -1 -2 -3 -4 -5 -6 -7 -8. നമുക്ക് പോയിന്റുകൾ അടയാളപ്പെടുത്താം. ആദ്യം 0 വരുമ്പോൾ 0 തന്നെ. 0 വരുമ്പോൾ 0 തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഇനി 1 വരുമ്പോൾ 1 തന്നെ. 1 എടുക്കുമ്പോൾ 1ന്റെ നേരെ ഈ 1, ഇതാണ് 1 1 1 എക്സും 1 വൈയും 1. ഇനി 2 എടുക്കുമ്പോൾ 8 ആണ്. 2 എടുക്കുമ്പോഴത്തേക്ക് നേരെ മുന്നോട്ട് പോകും. 8 കേട്ടോ. ഈ 2ന്റെ നേരെ 8ന്റെ നേരെ, ഇതാണ് 2 8. ഇനി -1 വരുന്നു. -1 വരുമ്പോൾ -1 തന്നെ. -1 വരുമ്പോൾ -1ന്റെ നേരെ, -1ന്റെ ഇവിടെ ആയിട്ട് വരും. -1 -1
ഈ -2 വരുമ്പോഴത്തേക്ക് നേരെ -8 വരും. ഇവിടെ -2ന്റെ -8ന്റെ നേരെ -2 -8 ഇങ്ങനെ. ഇനി നമ്മളിത് കർവായിട്ട് വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവായിട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. അങ്ങ് ഇൻഫിനിറ്റി വരെ അങ്ങ് പോവേ, നീണ്ടു പോകും. അതുപോലെ താഴേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ അങ്ങ് നീണ്ടു പോകും. ഇതാണ് x³ ഗ്രാഫ്. x³ ഗ്രാഫ് ഇങ്ങനെ വയ്ക്കുക. ഡൊമൈനും റേഞ്ചും നോക്കുക. അപ്പൊ നിങ്ങൾ പോയിന്റ് അടയാളപ്പെടുത്തി ഏത് ഗ്രാഫ് വന്നാലും വരയ്ക്കാം. നിങ്ങൾ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇത് മാർക്ക് ചെയ്ത് വരച്ചാൽ മതി. അപ്പൊ നമുക്കിനി ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ നമുക്കറിയാലോ, ഡൊമൈൻ = x ആക്സിസിലേക്ക് കൊണ്ടുവരിക. ഗ്രാഫിനെ x ആക്സിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഫുള്ള് വരും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഫുള്ള് വരും. ഡൊമൈൻ എന്ന് പറയുന്നത് x ആക്സിസ് കംപ്ലീറ്റ് വരും, 6 വരും. ഇനി റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും y ആക്സിസിലേക്ക് കൊണ്ടുവരിക. y ആക്സിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫുള്ള് വരും, ഇത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫുള്ള് വരും, 6 വരും. ഡൊമൈനും 6, റേഞ്ചും 6. x³ ഇനി x³ + 1 ഇങ്ങനെ എന്ത് തന്നാലും നിങ്ങൾ ആ പോയിന്റ് അടയാളപ്പെടുത്തി ഗ്രാഫ് വരച്ചാൽ മതി. പോളിനോമിയൽ ഫംഗ്ഷൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എന്താണെങ്കിലും x² x³ പിന്നെ x⁴ ഒന്നും ചോദിക്കത്തില്ല. ഈ x² സ്ഥാനത്ത് ചിലപ്പോൾ x² + 5 അല്ലെങ്കിൽ x² + 2 അങ്ങനെയൊക്കെ വേണേൽ ചോദിക്കാം. x² + 2 ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളിവിടെ ഇപ്പോൾ x² + 2 ആണെങ്കിൽ എഴുതിയാൽ മതി. 0² + 2 = 2 വരും. ഇവിടെ ആണെങ്കിൽ 1² + 2 1² 1 1 + 2 3 വരും. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആ പോയിന്റ് അങ്ങനെ ടേബിൾ അങ്ങനെ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ പോയിന്റ് അടയാളപ്പെടുത്തി ഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കത് കിട്ടും. അപ്പം അത് ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പം ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.